ഈ കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ കേരളത്തിന്റെ ഉദയമാണെന്നും നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുമാണ് അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. 4,70,000-ത്തിലധികം വീടുകൾ യാഥാർത്ഥ്യമാക്കിയതായി മുഖ്യമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. പ്രഖ്യാപന ചടങ്ങിൽ ഏറ്റവും രസകരമായത് നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ്. കേരളത്തിന് തന്നെക്കാൾ ചെറുപ്പമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ചടങ്ങിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. അതിദാരിദ്ര്യമുക്ത കേരളമായുള്ള പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് വലിയ ദൗത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 8 മാസങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് മമ്മൂട്ടി ഒരു പൊതുവേദിയിലെത്തുന്നത്. ഭക്ഷണം, സുരക്ഷിതമായ വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ജനകീയ പങ്കാളിത്തത്തോടെയാണ് സർവേ നടത്തിയതെന്നും 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമായെന്നും സർക്കാർ അവകാശപ്പെടുന്നു. 2021 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം മന്ത്രിസഭ തുടക്കത്തിൽ തന്നെ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.